ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററായ ചാപ്റ്റർ 16 പ്രോബബിലിറ്റി അതിലെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബബിലിറ്റിയിൽ നിന്നുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ക്ലാസ്സിൽ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 7 cards are drawn from a pack of well shuffled 52 playing cards. 3 questions ആണ്. Question A, how many ways this can be done? Question B, what is the probability that the selection contains all kings? Question C, what is the probability that the selection does not contain a king card? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പാക്ക് ഓഫ് കാർഡ്സ്, നമുക്കറിയാം കാർഡ്സിൻ്റെ പാക്കറ്റിൽ 52 കാർഡ്സാണ് ഉണ്ടാവുക. അതിൽ നിന്ന് 7 കാർഡ്സ് ഡ്രോ ചെയ്യണം. 3 ക്വസ്റ്റ്യൻസ് അതിൽ ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ? ഇത് ഈ ചാപ്റ്ററിൽ അല്ലേ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി അല്ല. ഏതാണത്? നമ്മൾ പഠിച്ച കോമ്പിനേഷൻ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്ററിലെ കോമ്പിനേഷൻ്റെ ഭാഗമാണിത്. എന്ത്? 52 കാർഡിൽ നിന്ന് 7 കാർഡ് സെലക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ ആഡ് ആൻസർ റിക്വയർഡ് നമ്പർ ഓഫ് വേസ്. അവർ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് വേസ് ആണ്. റിക്വയർഡ് നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ 52 കാർഡ്സ് ആണ്, അതിൽ നിന്ന് 7 എടുക്കുന്നു. 52C7. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ അല്ലേ? ഇനി അടുത്തതാണ് പ്രോബബിലിറ്റി. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദി സെലക്ഷൻ കണ്ടെയ്ൻസ് ഓൾ കിങ്സ്? നമ്മൾ 7 കാർഡ് എടുക്കുമ്പോൾ ആ 7 കാർഡിൽ ഈ കാർഡിൻ്റെ പാക്കറ്റിലുള്ള ഈ 52 കാർഡ്സിൻ്റെ പാക്കറ്റിലെ എല്ലാ കിങ്ങും ഉണ്ടാവണം. നമുക്കറിയാം ഒരു കാർഡിൻ്റെ പാക്കറ്റിൽ 52 കാർഡ്സ് ഉണ്ടായിരിക്കും. അതിൽ 4 സ്യൂട്ട് ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാർട്ട്, ഡയമണ്ട്, പിന്നെന്താണ്, ക്ലബ്ബ്, സ്പേഡ്. ഇനി ഇതിൽ ഓരോ സ്യൂട്ടിലും ഓരോ കിങ് ഉണ്ടായിരിക്കും. അപ്പോൾ 4 സ്യൂട്ടിൽ 4 കിങ് ഉണ്ടായിരിക്കില്ലേ? 7 കാർഡുണ്ട്, അത് 4 കിങ് നമ്മളെടുത്തു, പിന്നെ ബാക്കി 3 ഉണ്ട് അല്ലേ? അപ്പോൾ 4 കിങ്ങിന് എടുക്കുക. എത്ര കിങ്ങിൽ നിന്ന്? ആകെ 4 കിങ് ഉള്ളൂ, അതിൽ 4 നമ്മൾ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ ഓഫ് ഓൾ കിങ്സ്. ഇവിടെ എന്താ കാരണം എന്ന് വെച്ചാൽ 4 കിങ്ങും എടുക്കണം, പിന്നെ ഒരു 3 കാർഡും കൂടി വേണം. 7 കാർഡ് ടോട്ടൽ എടുക്കണം നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യുക? 4 കിങ്, ടോട്ടൽ എത്ര കിങ് ഉണ്ട്? 4 കിങ് ഉണ്ട്. 4C4 ഇൻറ്റു ബാക്കി 4 എടുത്തു കഴിഞ്ഞാൽ 52 കാർഡിൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ ബാക്കി 48 കാർഡ് ഉണ്ടാവും ഇല്ലേ? അതിൽ നിന്ന് 3 കാർഡ് എടുക്കണ്ടേ? ഓൾറെഡി 4 നമ്മൾ എടുത്തു കഴിഞ്ഞു, 7 വേണം, 3 എടുക്കണം. അപ്പോൾ 3 കാർഡ് എന്തിൽ നിന്ന് എടുക്കണം? 48 കാർഡിൽ നിന്ന് എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഇൻറ്റു 48C3 എന്ന് എഴുതാം. ഇതാണ് അതിൻ്റെ നമ്പർ ഓഫ് വേസ്. എന്താണ്? 4C4 ഇൻറ്റു 48C3. മനസ്സിലായല്ലോ? 4C4 എന്ന് പറയുന്നത് കിങ്സ്, ഫുള്ള് കിങ് എടുത്തു, 4 കഴിഞ്ഞു. അപ്പോൾ ടോട്ടലിൽ നിന്ന് 4 പോയി, ബാക്കി എത്ര ഉണ്ട്? 52 നിന്ന് 4 പോയാൽ 48 ആണ്. അതിൽ നിന്ന് 3 എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റു 48C3 എന്ന് എഴുതാം. നമ്പർ ഓഫ് വേസ് കിട്ടിയല്ലോ. ഇനി എന്താ? പ്രോബബിലിറ്റി അല്ലേ? പ്രോബബിലിറ്റി ദാറ്റ് ദ സെലക്ഷൻ കണ്ടെയ്ൻസ് ഓൾ കിങ്സ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ എഴുതിയത് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ 4C4 ഇൻറ്റു 48C3 ഡിവൈഡഡ് ബൈ ഇത് 52C7. ഇതാണ് ടോട്ടൽ സെലക്ഷൻ. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ 4C4 ഇൻറ്റു 48C3 ഡിവൈഡഡ് ബൈ 52C7 എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ സി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സെലക്ഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എ കിങ്? വളരെ സിമ്പിളാണ്. നമ്മൾ എടുക്കുന്ന കാർഡിൽ കിങ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ കിങ്ങിനെ ഒന്ന് മാറ്റി നിർത്തി നോക്കി. 52ൽ നിന്ന് 4 കാർഡ് അല്ലേ? 4 കിങ് ആണുള്ളത്. 52 നിന്ന് 4 പോയാൽ 48 ആണ്. ആ 48ൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? 7 കാർഡ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് എന്താണ്? 48C7. മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടി പറയാം. 48 വരാൻ കാരണം എന്താ? ഇതിൽ കിങ് വരാൻ പാടില്ല. അതാണ് ക്വസ്റ്റ്യൻ സി.
കിങ് സെലക്ഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എ കിങ്. അപ്പോൾ കിങ്ങിനെ മാറ്റി നിർത്തുക, 4 കിങ്ങിനെയും മാറ്റി നിർത്തിയാൽ ബാക്കി 52 നിന്ന് 4 പോയ 48 ഉണ്ട്. ആ 48ൽ നിന്നാണ് നമ്മൾ 7 എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ബേസ് എന്ന് പറയുന്നത് 48C7 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി ദാറ്റ് സെലക്ഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ കിങ് എന്ന് പറയുന്നത് എന്താണ്? 48C7 ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ 52C7. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ചെയ്ത് പഠിക്കാം. If A and B are even such that P of A equal to 1/4, P of B equal to 1/2, P of A intersection B equal to 1/6, then find P of A or B. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബി, P of not A and not B. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? P of A, പ്രോബബിലിറ്റി ഓഫ് ഇവൻ എ തന്നിട്ടുണ്ട്, എത്രയാണ്? 1/4 തന്നിട്ടുണ്ട്. അതേപോലെ P of B തന്നിട്ടുണ്ട് 1/2 എന്ന്. P of A ഇൻ്റർസെക്ഷൻ B തന്നിട്ടുണ്ട് എന്തെന്ന്? 1/6 എന്ന്. അപ്പോൾ നിങ്ങൾ അതൊക്കെ എഴുതാം. P of A equal to 1/4, P of B equal to 1/2, P of A ഇൻ്റർസെക്ഷൻ B equal to 1/6 എന്ന് എഴുതാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എ, P of A or B. നമുക്കറിയാം ഓർ വന്നു കഴിഞ്ഞാൽ എന്താണ് കാണേണ്ടത്? എ ഓർ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അതെന്താണ്? പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ തന്നിട്ടുണ്ട് 1/4 പ്ലസ് പി ഓഫ് ബി 1/2 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 1/6. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുക, LCM ഓക്കെ. 1/4 3/12 എന്ന് എഴുതി, 1/2 6/12 എന്ന് എഴുതി, മൈനസ് 1/6 2/12 എന്ന് എഴുതി. ഇത് 6 + 3 9, 9 - 2 7/12 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ എയുടെ ആൻസർ 7/12 എന്ന് കിട്ടും. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ബി? P of not A and not B. നമുക്കറിയാം ആൻഡ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർസെക്ഷൻ ആണ് അല്ലേ? ഓർ വന്നു കഴിഞ്ഞാൽ യൂണിയനും ആൻഡ് ആണെങ്കിൽ ഇൻ്റർസെക്ഷനാണ്. നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡാഷ് ആണ് അല്ലേ? പ്രോബബിലിറ്റി നോട്ട് എ നോട്ട് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്. അതെന്താണ്? പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആണ്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് അതറിയാലോ എങ്ങനെയാണ്? നമുക്ക് എ യൂണിയൻ ബി കിട്ടിയല്ലേ? പി ഓഫ് എ യൂണിയൻ ബി കിട്ടി. അപ്പോൾ 1ൽ നിന്നും പി ഓഫ് എ യൂണിയൻ ബി സബ്ട്രാക്ട് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് എത്ര? പി ഓഫ് എ യൂണിയൻ ബി കിട്ടിയത് 7/12 അല്ലേ? 1 - 7/12 വിച്ച് ഇസ് ഈക്വൽ ടു 12 - 7/12 5/12 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, one card is drawn from a pack of 52 playing cards. Find the probability that question A, the card drawn is black. Question B, the card drawn is face card. Question C, the card drawn is a black face card. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? The card drawn is black. എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ടായിരിക്കും ഒരു പാക്കിൽ? ഇൻ എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. നമുക്കറിയാം ഇൻ എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ് 26 ബ്ലാക്ക് കാർഡ് ഉണ്ടായിരിക്കും അല്ലേ? 26 റെഡ് ഉണ്ടായിരിക്കും. ഹാർട്ടും ഡയമണ്ടും എന്താണ്? റെഡ് കാർഡാണ്. അതുപോലെ ക്ലബും സ്പെയ്ഡും എന്താണ്? ബ്ലാക്ക് കാർഡാണ്. 4 സ്യൂട്ടിൽ 2 സ്യൂട്ട് റെഡും 2 സ്യൂട്ട് എന്തുണ്ടാവും? ബ്ലാക്കും ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പോൾ 2 സ്യൂട്ട് എന്ന് പറയുമ്പോൾ 13 + 13 26 ബ്ലാക്ക് കാർഡ് ഉണ്ട്. അപ്പോൾ എന്തെന്ന് എഴുതാം? പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് ബ്ലാക്ക് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 26 ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ 26 ഡിവൈഡഡ് ബൈ 52 എന്ന് എഴുതാം. അത് കട്ട് ഷോർട്ട് ചെയ്താൽ നമുക്ക് 1/2 എന്ന് കിട്ടും. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ദ കാർഡ് ഡ്രോൺ ഈസ് ഫേസ് കാർഡ്. നമ്മൾ ഡ്രോ ചെയ്യുന്ന കാർഡ് ഫേസ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിങ്, ക്വീൻ, ജാക്ക്, ഈ 3 കാർഡാണ് എന്ത്? ഫേസ് കാർഡ്. അപ്പോൾ 3 കാർഡ് 4 സ്യൂട്ടില്ലേ?
4 സ്യൂട്ടിൽ 3 കാർഡ് വെച്ചാകുമ്പോൾ എത്ര ആവും? 12 ഫേസ് കാർഡ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? പ്രോബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഇസ് ഫേസ് കാർഡ് ഇസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ. 12 ഡിവൈഡ് ബൈ 52 കട്ട് ഷോർട്ട് ചെയ്താൽ എന്ത് കിട്ടും? 3/13 എന്ന് കിട്ടും. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ദ കാർഡ് ഡ്രോൺ ഈസ് എ ബ്ലാക്ക് ഫേസ് കാർഡ്. നമ്മളിപ്പോൾ പറഞ്ഞു 12 ഫേസ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞു, 4 സ്യൂട്ടിലായിട്ട് അല്ലേ? ആ 4 സ്യൂട്ടിൽ നമുക്കറിയാം 2 സ്യൂട്ട് എന്താണ്? റെഡും 2 സ്യൂട്ട് ബ്ലാക്കുമാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ദ കാർഡ് ഡ്രോൺ ഈസ് ബ്ലാക്ക് ഫേസ് കാർഡ് എന്നല്ലേ? അപ്പോൾ എത്രയാണ്? 6 അല്ലേ? ഫേസ് കാർഡ് എത്ര ബ്ലാക്ക് ഫേസ് കാർഡ് ഉണ്ടായിരിക്കും? 6 ബ്ലാക്ക് ഫേസ് കാർഡ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ റെഡും 6 ഉണ്ടായിരിക്കും. അങ്ങനെയാണ് 12 വന്നത് നേരത്തെ. ടോട്ടൽ ഫേസ് കാർഡ് 12 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് ബ്ലാക്ക് പ്രോബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് ബ്ലാക്ക് ഫേസ് കാർഡ് ഇസ് ഈക്വൽ ടു എന്താണ്? 6/52. അതിനെ കട്ട് ഷോർട്ട് ചെയ്താൽ നമുക്ക് 3/26 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി എക്സ്പെരിമെൻറ്റ് ഇൻ വിച്ച് എ കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി അൻറ്റിൽ എ ഹെഡ് കംസ് അപ്പ്. റൈറ്റ് ദ സാമ്പിൾ സ്പേസ്. ഇതാണ് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിലെ ക്വസ്റ്റ്യൻ ബി, ഇഫ് എ ആൻഡ് ബി ആർ 2 ഇവൻറ്റ്സ് ഓഫ് എ സാമ്പിൾ സ്പേസ് വിത്ത് പി ഓഫ് എ ഈക്വൽ ടു 0.54, പി ഓഫ് ബി ഈക്വൽ ടു 0.69 ആൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.35, ഫൈൻഡ് പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ക്വസ്റ്റ്യൻ 3, 3 cards are drawn from a well shuffled pack of 52 cards. Find the probability that 3 questions ആണ് അതിൽ. Question 1, all the 3 cards are diamond. Question 2, at least one of the card is non-diamond. Question 3, 1 card is king and 2 are jacks. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു കോയിൻ ടോസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഹെഡ് കിട്ടുന്നത് വരെയുള്ള സാമ്പിൾ സ്പേസ് ചെയ്താൽ വളരെ സിമ്പിളാണ്. എന്തെഴുതുക? ഇതാണ് ക്വസ്റ്റ്യൻ എയുടെ ആൻസർ. സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു സെറ്റ് ഇടുക, സെറ്റിൻ്റെ കേളി ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് ആദ്യത്തേൽ ഹെഡ് കിട്ടിയാൽ ആ എച്ച് എഴുതുക. ഇനി കിട്ടിയില്ലെങ്കിൽ അവിടെ ടെയിലാവും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ രണ്ടാമത്തതും നോക്കുക. അപ്പോൾ ഹെഡ് കിട്ടിയാൽ ടി എച്ച് എഴുതി. ഇനി 2 എണ്ണത്തിലും കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തേൽ കിട്ടും. അപ്പോൾ ടി എച്ച് എഴുതി. ഇനി 3 എണ്ണത്തിൽ കിട്ടിയില്ലെങ്കിൽ 4-മത്തതിൽ. അപ്പോൾ 3 ടെയിൽ പിന്നെ എച്ച്. അതങ്ങനെ കണ്ടിന്യൂ പോകണം, എറ്റ്സെട്ര ഇട്ടിട്ട് എഴുതുക, കണ്ടിന്യൂ ചെയ്ത് പോകണം. മനസ്സിലായല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ എയുടെ ആൻസർ. ക്വസ്റ്റ്യൻ ബി, ഇത് ഫൈൻഡ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. എന്ത് ചെയ്യുക? ആദ്യം പി ഓഫ് എ യൂണിയൻ ബി കാണാം. പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദേ ഇവിടെ ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കുകയാണ്. ഓക്കെ, പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.54 ആണ്, പ്ലസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.69 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 0.35. അത് ഇത് രണ്ടും ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് 0.88 എന്ന് കിട്ടും. ഇതാണ് എന്ത്? പി ഓഫ് എ യൂണിയൻ ബി. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്നല്ലേ? എന്താണ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്? പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്താ? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ ഇതൊക്കെ നോക്കാം. പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി നമുക്ക് കിട്ടി 0.88 എന്ന് കിട്ടി. 1 മൈനസ് 0.88 വിച്ച് ഇസ് ഈക്വൽ ടു 0.12 എന്ന് കിട്ടി. എളുപ്പമല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 cards are drawn from a well shuffled pack of 52 cards. നോക്കാം, 3 കാർഡ് 52 കാർഡ്സ് എന്നും 52C3 അല്ലേ? അതാണ് നമ്മളുടെ ഡിനോമിനേറ്ററിൽ വരിക 52C3. ഇനി നോക്കാം, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഓൾ 3 cards are diamond. 3 ഡയമണ്ട് ആവാനുള്ള പ്രോബിലിറ്റി. ഡയമണ്ട് എന്ന് പറയുന്നത് ഒരു സ്യൂട്ടാണ് അല്ലേ? 13 കാർഡുള്ള ഒരു സ്യൂട്ട്, 4 സ്യൂട്ട് ഉണ്ട്. ഒരു 52 കാർഡ്സിൻ്റെ പാക്കിൽ 4 സ്യൂട്ടാണുള്ളത്. ഏതൊക്കെയാണ്? ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്, സ്പേഡ്. അപ്പോൾ ഒരു സ്യൂട്ടാണ്, 13 കാർഡുള്ള ഒരു സ്യൂട്ടാണ് എന്ത്? ഡയമണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചോദ്യം? ഓൾ ദ 3 cards are diamond എന്ന് പറഞ്ഞാൽ എന്താ? ആ 13 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുക്കുക അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി എഴുതുമ്പോൾ എന്തെന്ന് എഴുതാം?
പ്രോബിലിറ്റി ദാറ്റ് ഓൾ 3 cards ആർ ഡയമണ്ട് ഇസ് ഈക്വൽ ടു, ആദ്യം ഡയമണ്ട് എടുക്കുക, സെലക്ട് ചെയ്യുക. 13 ഡയമണ്ട് കാർഡ്സിൽ നിന്ന് 3 സെലക്ട് ചെയ്യുക. അപ്പോൾ 13C3 ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ, നേരത്തെ പറഞ്ഞത് 3 52 നിന്ന് 52C3 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇനി അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ 2 നോക്കി. അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ കാർഡ് ഇസ് നോൺ ഡയമണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ആദ്യത്തെ കിട്ടിയ എന്തായിരുന്നു? ഓൾ ദ 3 cards ആർ ഡയമണ്ട് എന്നല്ലേ. ഇപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ കാർഡ് ഇസ് നോൺ ഡയമണ്ട്. അപ്പോൾ നോൺ ഡയമണ്ട് ആവാൻ എങ്ങനെയാണ്? ഡയമണ്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി നമുക്ക് കിട്ടി. എത്രയാണ്? 13C3 ബൈ 52C3 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 1ൽ നിന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോൺ ഡയമണ്ട് കിട്ടൂലേ. ഇവിടെ നിങ്ങൾ എന്തെന്ന് എഴുതുക? പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ കാർഡ്സ് ഈസ് നോൺ ഡയമണ്ട്. അങ്ങനെ തന്നെ നിങ്ങൾ എഴുതുക. ഈക്വൽ ടു, ഇവിടെ ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എഴുതിയിട്ടില്ല, ഇസ് ഈക്വൽ ടു 1 മൈനസ്, നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ 1 മൈനസ് 13C3 ഡിവൈഡഡ് ബൈ 52C3 എന്ന് എഴുതാം. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 1 കാർഡ് ഈസ് കിങ് ആൻഡ് 2 ആർ ജാക്സ്. ഒരു കാർഡ് എന്താവണം? കിങ് ആവണം. എത്ര കിങ് ഉണ്ട്? 4 കിങ് ഉണ്ട്. അതിലൊന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുക, 4C1 അല്ലേ. ഇവിടെ നിങ്ങൾ എഴുതണം കേട്ടോ. എന്താണ്? പ്രോബിലിറ്റി ദാറ്റ് 1 കാർഡ് ഈസ് കിങ് ആൻഡ് 2 ആർ ജാക്സ് എന്ന് എഴുതണം. ഞാനത് എഴുതിയിട്ടില്ല, ഞാൻ ആ ആൻസർ മാത്രം ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ 3യുടെ ആൻസർ എന്താണ്? ഒരു കാർഡ് കിങ് ആവണം, 4 കിങ് ഉണ്ട്, 4C1 ഇൻറ്റു ഒരു കാർഡ് എടുത്തിട്ടുള്ളൂ, 3 നമ്മൾ എടുക്കണേ. ബാക്കി എന്തുണ്ട്? 2 ജാക്സ് ആവണം അല്ലേ. അപ്പോൾ എത്ര ജാക്ക് ഉണ്ട്? 4 ജാക്ക് ഉണ്ട്. ഓരോ സ്യൂട്ടിലും ഒരു ജാക്ക് ആകുമ്പോൾ 4 സ്യൂട്ടിലൂടെ 4 ജാക്ക് ഉണ്ട്. ആ 4 ജാക്കിൽ നിന്ന് 2 എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 4C2 കിട്ടും. അപ്പോൾ എന്താണ് റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്? 4C1 ഇൻറ്റു 4C2 ഡിവൈഡഡ് ബൈ നമ്മൾ നേരത്തെ ചെയ്ത ടോട്ടൽ 52C3. അതാണെന്ത്? ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ കമ്മിറ്റി ഓഫ് 2 persons is selected from 2 men and 2 women. What is the probability that the committee will have, രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എ 1 man, ക്വസ്റ്റ്യൻ ബി 2 men. വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് ആൻസർ ചെയ്യുക? ആദ്യം തന്നെ ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയാണ്? കമ്മിറ്റി എങ്ങനെയാണ്? 2 person സെലക്ട് ചെയ്യണം. എവിടെ നിന്ന്? 2 men and 2 women അല്ലേ. അപ്പോൾ ടോട്ടൽ 4 പേരില്ലേ? ഈ 2 men 2 women 4 പേരുണ്ട്. 4 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് എന്താണ്? 4C2. 4 ആളിൽ നിന്ന് 2 ആളെ സെലക്ട് ചെയ്യുക. നമ്മുടെ പ്രോബിലിറ്റി ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ വരെ എന്താണ്? 4C2 വരും. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ എ 1 man, ഒരു മാൻ എന്തായാലും വേണം. ടോട്ടൽ എത്ര മാൻ ഉണ്ട്? 2 ഉണ്ട് അല്ലേ. അപ്പോൾ എന്താവും പ്രോബിലിറ്റി വരിക? 2C1 ഇൻറ്റു, എന്താ കാരണം? ഒരാളെ സെലക്ട് ചെയ്തല്ലോ, ഒരു മാനിനെ സെലക്ട് ചെയ്യുള്ളൂ, 2 പേര് വേണം. അപ്പോൾ ഒരു വുമണിനെ നിർബന്ധമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. എത്ര വുമൺ ഉണ്ട്? അതൊരു 2 വുമണാണ്. അപ്പോൾ 2C1 ഇൻറ്റു 2C1 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 4C2 എന്ന് കിട്ടും. ഇനി ഇതാണ് എന്ത്? ക്വസ്റ്റ്യൻ എയുടെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ ബി എന്താണ്? പ്രോബിലിറ്റി കാണണം. എന്ത്? 2 men മാത്രം സെലക്ട് ചെയ്യുക. 2 പേരെ സെലക്ട് ചെയ്യണത് മാൻ മാത്രമുള്ള, വുമൺ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? പ്രോബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി വിൽ ഹാവ് 2 men ഇസ് ഈക്വൽ ടു എത്ര വരിക? 2 മാനാണ് ആകെ ഉള്ളത്, അതിന് 2 പേരും സെലക്ട് ചെയ്യുക. 2C2. ഇവിടെ ഇൻറ്റു ഒന്നും വരില്ല, കാരണം വുമൺ ഇല്ല. 2 പേരെ ഓൾറെഡി സെലക്ട് ചെയ്യണത് മാൻ മാത്രമേ ഉള്ളൂ. 2C2 ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് 4C2. എളുപ്പമല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? വളരെ സിമ്പിളാണ്. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് നോക്കുക, സിമിലർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അല്ല, നിങ്ങളുടെ മാത്സ് എക്സാമിന് ശേഷം ഇനി നമ്മൾ +2 ക്ലാസ്സസ് തുടങ്ങും. അത് ആദ്യം തുടങ്ങുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല, +2 സാധാരണ റെഗുലർ ക്ലാസ് പോലെയുള്ള സെഷൻസാണ് വീഡിയോയിലൂടെ ചെയ്യുക. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസ്സിനെ അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ട് ഓരോ ടോപ്പിക്കും ക്ലാസ് ശരിക്കും നിങ്ങളുടെ NCERT ബുക്ക് പോലത്തെ NCERT ബുക്ക് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ്സുകളായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പിന്നീട് എക്സാമിന് മുമ്പായിട്ട് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക.
അപ്പോൾ നിങ്ങളുടെ ഈ +1 എക്സാം മാത്സ് എക്സാമിന് ശേഷം +2ൻ്റെ ക്ലാസ് ഇതുപോലത്തെ വീഡിയോ സീരീസായി നമ്മൾ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.